അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഹങ്കാരികൾക്ക് ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഫസീല. അതെ, അവൾക്ക് നല്ല അഹങ്കാരമായിരുന്നു എല്ലാം കൊണ്ടും. ഇപ്പോഴിതാ ആങ്ങളുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോരേണ്ട അവസ്ഥയാണ് അവൾക്കുണ്ടായത്. കാരണം മറ്റൊന്നുമല്ല, ഭർത്താവിനെയും ഉമ്മയെയും സ്വന്തം ഉമ്മയെയും ഉപ്പയെയും വെറുപ്പിച്ചുകൊണ്ടാണ് അവൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ഇളച്ചൻ ഷമ്മാസിനെയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്, രഹസ്യമായും പരസ്യമായും. പല ചതി കുതന്ത്രങ്ങളിലും അവൾ ചാടിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്ര പെട്ടെന്ന് തനിക്ക് പണി കിട്ടുമെന്ന് ഫസീല ഒരിക്കലും വിചാരിച്ചില്ല. അഹങ്കാരത്തോടെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്, അതും ചെറിയ ആങ്ങളെ വിളിച്ച്. ഇപ്പോഴിതാ ആരുമില്ലാത്ത അവസ്ഥ. അവൾ ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് അതാ റോട്ടിലൂടെ നടക്കുകയാണ്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു പിടുത്തവുമില്ല. സ്വന്തം വീട്ടിലേക്ക് പോയാൽ അവരെന്നെ കളിയാക്കും. പിന്നെ ഇക്കയുടെ വീട്ടിലേക്ക് ഇത്ര ദിവസമായിട്ടും ഇക്ക തന്നെ വിളിച്ചതുപോലുമില്ലല്ലോ. ഇത്രയുള്ളൂ ഇക്കയുടെ സ്നേഹം. അവൾ മനസ്സിൽ പ്രാഗി പറഞ്ഞു. എന്നാൽ ഈ സമയം തന്നെ ഫസീലയുടെ ഉമ്മ നേരെ മരുമകൻ നവാസിനെ വിളിച്ചിരുന്നു. മോനെ നവാസേ, എന്തുകൊണ്ടാണ് എൻ്റെ മോൾ അവിടുന്ന് പോകുന്നത്? ഉമ്മ, അത് ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, ചെറിയൊരു പ്രശ്നം ഉണ്ടായി, അതിലൊന്ന് ഞാൻ കൊടുത്തു. എത്രയെന്ന് വിചാരിച്ച് ഇങ്ങനെ സഹിച്ചു നിൽക്കും? മോനെ, അതൊന്നും കുഴപ്പമില്ല, എന്തൊക്കെ തന്നെയാലും നിൻ്റെ ഭാര്യയല്ലേ. പിന്നെ സങ്കടകരമായ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവൾ ഈ വീട്ടിൽ ഒരിക്കൽ പോലും നിന്നിട്ടില്ല. അവൾ നേരെ പോയത് മോൻ്റെ വീട്ടിലേക്കാണ്. ഞാനും ഉപ്പയുള്ള വീട്ടിലേക്ക് അവൾ വന്നില്ല. അവൾക്ക് ഇവിടുത്തെ സൗകര്യവും സുഖമൊന്നും പോരത്രേ. അവൾ അവളുടെ വലിയ ആങ്ങളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണ്. പിന്നെ മോനെ, ഞാൻ നിൻ്റെ പെറ്റ ഉമ്മയല്ലെങ്കിലും ഉമ്മയുടെ സ്ഥാനം തന്നെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. നീ എല്ലാത്തിനും അവൾക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ടല്ലോ. പൈസയ്ക്ക് വേണമെങ്കിൽ പൈസ, എന്തൊരു സംഭവം വേണമെങ്കിലും എല്ലാത്തിനും നീ ഓക്കെയാണ്. പക്ഷേ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റം വരുത്തണം. പിന്നെ കുറച്ച് ദിവസം അവൾക്കൊന്ന് വിളിക്കാതിരിക്കണം. വിളിച്ചാൽ അവൾ വീണ്ടും അവളുടെ പഴയ സ്വഭാവം എടുക്കും. കുറച്ചൊരു ലിമിറ്റ് നല്ലതാണ്. അങ്ങനെയെങ്കിലും അവളൊന്ന് മനസ്സിലാകട്ടെ, അങ്ങനെങ്കിലും അവളുടെ സ്വഭാവം നന്നാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മോനെ, ഞാനിങ്ങനെ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഹേയ് ഉമ്മ, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. അല്ലെങ്കിലും അവൾക്ക് എന്തെന്നറിയില്ല, കുറച്ചേറെയാണ്, കുറച്ച് കൂടുതലാണെല്ലാം. ഒരുപാട് സഹിച്ചു, എനിക്കെല്ലാം അറിയാം മോനെ. അവൾക്ക് അങ്ങനൊരു സ്വഭാവമാണ്, അഹങ്കാരമാണ്. എന്തപ്പോൾ ചെയ്യാം? എൻ്റെ സ്വന്തം മോളാണല്ലോ. പക്ഷേ അവൾ കാട്ടിക്കൂട്ടുന്നതിനൊന്നും ഒരു അതിരില്ല. ആരോട് എന്താണ് എന്തൊക്കെയാണ് പറയേണ്ടത് ഒന്നും അവൾക്ക് ഒരു അറിയാത്ത പോലെയാണ്. മൂത്തവരെ ബഹുമാനിക്കണമെന്നോ ഇളയവരെ സ്നേഹിക്കണമെന്നോ അങ്ങനത്തെ ഒരു പരിപാടി ഓലെടുത്തില്ല. എന്താ പറയുക, അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചവള് എന്ന് തന്നെ പറയാം. എൻ്റെ മോളായിട്ട് ഞാൻ പറയില്ല. അപ്പോൾ നിന്നോട്, എൻ്റെ മരുമകനായി നിന്നോട് പറയാനുള്ളത്, കുറച്ച് ഉള്ള കാര്യത്തിൽ ഒരു ലിമിറ്റ്, കുറച്ചൊന്ന് സ്ട്രോങ് ആവണം, എന്നാലെങ്കിലേ ഓള് നന്നാവുള്ളൂ. ഉമ്മ മരുമകനോട് നല്ല രീതിയിൽ ഉപദേശങ്ങൾ കൊടുത്തിരുന്നു. ഫസീലയാണെങ്കിൽ എങ്ങോട്ട് പോകണം എന്നറിയാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. എന്തായാലും വേണ്ടിയില്ല, വീട്ടിലേക്ക് തന്നെ പോകാം. അവൾ ഒരു ഓട്ടോ വിളിച്ച് അതാ വീട്ടിലേക്ക് പോകുന്നു. വീടിൻ്റെ മുറ്റത്ത് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് ഉമ്മ വന്ന് നോക്കി. ആരാപ്പത് ഓട്ടോറിക്ഷയിൽ? ഓ, ഫസീലയാണോ? എന്താപ്പോ കാറിൽ പോയ ആൾ ഓട്ടോറിക്ഷയിലാണല്ലോ തിരിച്ചു പോകുന്നത്. ഉമ്മ സിറ്റൗട്ടിലേക്ക് ചെന്നു. അവൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അത് അകത്തേക്ക് കയറുന്നു. എന്താ ഫസീല, നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ? ഞാൻ വിചാരിച്ചു നീ അവിടെ തന്നെ സ്ഥിര താമസാക്കുന്നു. എന്തേ, സൂറത്ത് എന്നെ ആട്ടിവിട്ടോ? ഉമ്മാക്ക് ഉമ്മാൻ്റെ വലിയ മരുള്ള സ്വഭാവം നല്ല അറിവല്ലേ? നിന്നോട് ആരാ പറഞ്ഞത് അങ്ങോട്ട് പോകാൻ? സാധാരണയായി ഉമ്മാരും ഉപ്പാരും ഉണ്ടെങ്കിലേ അവരെ കൂടെ ജീവിക്കുക, അല്ലാതെ ആങ്ങളാരെ സ്നേഹത്തോടൊന്ന് വിളിച്ചു വിചാരിച്ചിട്ട് വേഗം അങ്ങോട്ട് ഓടിച്ചെല്ലല്ല. 1-2 ദിവസം തിരക്കിടില്ല, സ്ഥിരമായിട്ട് നിൽക്കാനൊന്നും എവിടെയും പറ്റൂല. ഉമ്മാരും ഉപ്പാരും ഉണ്ടാകുമ്പോഴേ അവിടെ തന്നെയാണ്. അതിന് പച്ചവെള്ളം കുടിക്കുകയാണെങ്കിലും അത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കാത്തത്. നിങ്ങളുടെ ഒരു ഉപദേശം വന്ന് കയറിയിട്ടുള്ളൂ മോളെ, ഉപദേശിക്കല്ല, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോകുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ആരെങ്ങളോട് പറഞ്ഞത്? അത് പറഞ്ഞിട്ട് വേണോ? അല്ലെങ്കിൽ തന്നെ അറിയില്ല. അല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കുമോ? കാറിലല്ലാതെ യാത്ര ചെയ്യുമോ ഫസീലയ്യേ? ഓട്ടോറിക്ഷയിലൊക്കെ ഈ ഇങ്ങോട്ട് പോരാനുള്ള കാരണം തന്നെ എന്താ? അത്രക്കും സഹി കെട്ടിട്ടല്ലേ? 3-4 ദിവസം കൊണ്ട് എന്താ പറ്റങ്ങോട്ട് ക്ഷീണിച്ചല്ലോ. എന്തായിരുന്നു അവിടെ നിന്ന് വന്നപ്പോൾ? എൻ്റെ വീട്ടിൽ നിന്ന് കെട്ടിച്ച വീട്ടിൽ നിന്ന് വന്നപ്പോൾ ആപ്പിൾ പോലെ ഉണ്ടേന്. ഇപ്പോഴതാ
4 ദിവസം കൊണ്ട് ഓളാകെ കരിവാളിച്ച് ഉണങ്ങി തൊരിഞ്ഞ് എന്തെന്ന് സംഭവിച്ചത്? എന്തെനിക്ക് തിന്നാനും കുടിക്കാനൊന്നും കിട്ടിയില്ലേ? ഇങ്ങളെ മൂത്ത മരോൾ ആൾ തിരക്കിടില്ല കേട്ടോ. എന്താണ്? അപ്പോഴേക്കും അതാ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാത്? ആ മോനാണല്ലോ. ഹലോ ഉമ്മ, ഫസീൽ അവിടേക്ക് എത്തിക്കണോ? ആ എത്തിയല്ലോ. ഓളിതിപ്പോൾ ഒന്ന് കയറിക്കണേ. എന്തേ? ഞങ്ങൾ ബേജാറാകാൻ ബാക്കി ഇല്ല. എൻ്റെ റബ്ബേ, എന്ത് പോക്കാണ് അവൾ പോയത്? ഒരു വാക്ക് മിണ്ടും പറയാനും ചെയ്യാതെ. അതിനെന്താ, ഓളിവിടെ എത്തിയല്ലോ. എത്തണോ എത്താത്തല്ലോ പ്രശ്നം. ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകണ്ടേ? മനുഷ്യനാകെ ബേജാറായി പോയി. എന്താ ഉണ്ടായത്? അപ്പോഴേക്കും സുഹറ അതാ ഫോൺ വാങ്ങുന്നു. അതെ, നിങ്ങളെ മോള് കാട്ടിയത് വല്ലാത്ത പണിയാണ് കേട്ടോ. എന്താ സൂറ? അതെ, ഞാനവിടെ കുളിക്കാൻ പോയ ഇടയിലാണ് ഓൾ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരു വാക്ക് മിണ്ടുക വരെ ചെയ്യൂലേ? മനുഷ്യന്മാരായാലും ചുറ്റോടിട്ട് നോക്കി, വീടിൻ്റെ മുകളിൽ നോക്കി, പുറത്ത് നോക്കി, മനുഷ്യൻ്റെ കൈയും കാലം വിറച്ചിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനത്തെ ചതിക്ക് ഓള് ചെയ്യണത്. ക്യാമറ ഒക്കെ ഫുള്ള് ചെക്ക് ചെയ്തു, അതിലൊന്നും ഫോണ് കാണില്ല. ഗേറ്റ് വരെയൊക്കെ കാണുന്നുണ്ട്, പിന്നെ അവിടെ നിന്ന് കാണുന്നില്ല. എന്തൊരു ബേജാറാക്കലാണ് മനുഷ്യനെ. ഓളോട് നീ കാലം ഇങ്ങോട്ട് കുത്തരുതെന്ന് പറഞ്ഞോണ്ടി. പറഞ്ഞില്ല എന്ന് പറയണ്ട. അത് മാത്രമല്ല, ഓളെ ഒരു കോണിയും ചാരിച്ചാണ് പോയിക്കണത്. മതിലിൻ്റെ ഉയരം കുറഞ്ഞ ഭാഗത്തു കൂടെ ആ കോണിമ കയറി കണ്ടോളൂ രക്ഷപ്പെട്ടിക്കണേ. അതിലാരും അങ്ങോട്ട് കയറി വന്നാലോ? വീട്ടിൽ എന്തൊക്കെയോ സാധനങ്ങളാണ്. ശരിക്കും വീട് പൂട്ടാതെ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ? ഞാനാണെങ്കിൽ ബാത്റൂമിൽ വല്ലാത്തൊരു സാധനം തന്നെയാണ്. ഇനി അവൾക്കിട്ട് അടുപ്പിച്ചാൻ പറ്റൂല. ഒന്ന് പറഞ്ഞു പോണീനിപ്പോൾ ഓൾക്ക് എന്തെങ്കിലും പറ്റുമോ? ആ, എല്ലായിടത്തുനിന്നും ഇങ്ങനെ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോകുന്ന ശീലമായതേക്കാരം. അതുകൊണ്ട് തന്നെ ആയിരിക്കും മാപ്പിളിൻ്റെ വീട്ടിൽ നിന്നും പോകുന്നത്. സുഹറ വായ എടുക്കുന്നേ ഇല്ല. ഉമ്മാക്ക് ദേഷ്യം വരുന്നു. ഉമ്മാക്ക് മോളോടും മരുമകളോടും ഒരുപോലെ ദേഷ്യം വരികയാണ്. എൻ്റെ റബ്ബേ, രണ്ടിനെ കൊണ്ട് ഇടങ്ങാറായിക്കണ്. ഉമ്മ അതാ ഫോൺ കട്ട് ചെയ്യുന്നു. അല്ല ഫസീല, ഇജെന്ത് പണിയാണ് കാട്ടണത്? അനക്കെന്തോ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ പറ്റൂലേ? എൻ്റെ മാപ്പിളിൻ്റെ വീട്ടിൽ കച്ചറുണ്ടാക്കി തെറ്റിപ്പോന്നു. ഇപ്പോൾ താങ്കളുടെ വീട്ടിൽ പോയി അവിടുന്ന് പോന്നു എന്ന് പറഞ്ഞു. എന്താണ് അതിനെ കൊണ്ട് കഴിയൂലട്ടോ എന്നെ നോക്കാൻ. എൻ്റെ മാപ്പിളിനെ വിളിച്ചു പോയിക്ക്, എന്നെ കൊണ്ട് കഴിയൂല, കഴിയാത്തതുകൊണ്ടാണ്. ഓ, ഉമ്മാക്ക് ഒരു ദിവസം പോലും ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റണില്ല അല്ലേ? പറ്റായിട്ടല്ല, ക്ഷമിച്ച് പുറത്തൊക്കെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എത്ര നിൽക്കാം. എനിക്കിനി ഇവിടെ പറ്റൂലല്ലോ. ഇവിടെ പറ്റൂല പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് കണ്ടില്ലേ, ഓട്ടോറിക്ഷ വിളിച്ചു വരും. എന്തിപ്പോൾ ഉണ്ടായി പോയിട്ട്? എന്തായി എൻ്റെ മോൾക്ക്? അതെ, നിങ്ങളെ മോനും മരുമകളും പറ്റ മോശമാണ് കേട്ടോ. പറ്റെന്ന് വെച്ചാൽ പറ്റ മോശം. ഒരു വീട്ടിക്ക് വിരുന്നേരം എന്നാൽ അങ്ങനെയാണോ സ്വീകരിക്കുക? ഉള്ള പണി മുഴുവൻ എന്നെ കൊണ്ട് എടുപ്പിക്കുക. കണ്ടില്ല എൻ്റെ കയ്യും കാലൊക്കെ. ഞാൻ എന്തെങ്കിലും ഒരു പണി എടുക്കലുണ്ടോ? എന്തൊരു സുഖത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. എനിക്കവിടെ വേലക്കാരത്തി വരെയുണ്ട്, കുക്കിങ്ങിന് ഉമ്മയുണ്ട്. പിന്നെന്താ എല്ലാ പണിയും ചെയ്യിപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ കുട്ടീനെ പോലും എടുക്കണമില്ല, കുട്ടീനെ മൂത്രിക്കാൻ പറ്റൂല. മൊത്തത്തിലൊരു കഥ. അതെനിക്ക് നന്നായി ഫസീല. അതെ, കുറച്ചൊക്കെ തള്ളാർ പറഞ്ഞേ കേൾക്കണം. തള്ളാരായാലും അവനാൻ്റെ ആണുങ്ങളായാലും പറഞ്ഞേ കുറച്ച് കേട്ടില്ലെങ്കിലേ ഇതൊന്നും നിൻ്റെ അപ്പുറമൊക്കെ വരും. എനിക്ക് നിൽക്കണോടത്ത് നല്ല മട്ടത്തിൽ നിന്നോടെ, അല്ലെ ഇവിടെ നിന്നോടെ. എനിക്ക് എന്ത് വിചാരിച്ചിക്കാണ്ട് അങ്ങോട്ട് ഓടിയത്? ഇക്കാക്കാക്ക് എന്നോട് നല്ല സ്നേഹമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതെ, ഇക്കാക്കാക്കുള്ള സ്നേഹം മറ്റൊന്നുകൊണ്ടുമല്ല, എൻ്റെ ഇളച്ചനെ കൊണ്ട് കല്യാണം ഓൻ്റെ മോളെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാൻ നിന്നില്ലേനാ. ആ ഒരു ധീമ പിടിച്ച് നിൽക്കുകയായിരുന്നു അവന്. എല്ലാം കൊണ്ട് നല്ല ചെക്കനാണ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. വേണ്ട. ആ ഒരു വീട്ടിൽ നിന്ന് വേണ്ടന്നെ സമാധാനം ഉള്ളത് നഷ്ടപ്പെടും. അപ്പം എനിക്ക് മനസ്സിലായില്ലേ എന്തൊരു തിരക്കായിരുന്നേ. എന്നോട് കൂടി ഒരു സമ്മതം ചോദിക്കാതെയാണ് ഓൾ കല്യാണക്കാര്യം ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ പെറ്റ തള്ള ഇവിടെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ബാപ്പ ഇവിടെ ഉണ്ടാകുമ്പോൾ ഒന്ന് ചോദിക്കണ്ടേ, ഉമ്മ കാക്കാൻ്റെ മോളെ കൊണ്ട് എൻ്റെ ഇളച്ചനെ കല്യാണം ഉണ്ടാക്കിയാലോന്ന് ഈ ഞങ്ങളോടൊറ്റ മുണ്ടിക്കണോ? ഇല്ലല്ലോ, നേരിട്ട് ഓരോടല്ലേ. എന്തായിരുന്നു ചക്കരയും പഞ്ചാരി, ഇപ്പം എന്തായി? അതാണ് പറഞ്ഞത്, കുറച്ചൊക്കെ തള്ളാരെ വാക്കൊക്കെ കേട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാര എൻ്റെ ഇഷ്ടം പോലെയാണ്. ഓക്കെ, ഞാൻ അപ്പളേ പറഞ്ഞിക്കണം വേണ്ട ഇതിന് നിൽക്കണ്ട എന്നുള്ളത്. കേൾക്കണില്ല. ഓളങ്ങോട്ട് ഓൻ്റെ ഷോപ്പൊക്കെ പറഞ്ഞേക്കലും. എന്തായിരുന്നു ആ ചെക്കനക്ക് നല്ലൊരു പെൺകുട്ടിനെ കിട്ടട്ടെ. എന്തിനാണ് എന്നെപ്പോലുള്ള ഓളയും കൂടിയും കെട്ടി ഓൻ എടുങ്ങാറാണ്. ഉമ്മ, നിങ്ങൾ സ്വന്തം മോളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയാലേ? മോളെ, സ്വന്തം മോളെ കൊണ്ട് എനിക്ക് വെറുതെ ഒന്നും ആരും പറയില്ല. സ്വഭാവം കൊണ്ട് തന്നെയാണ്. കുറച്ചൊക്കെ ക്ഷമിച്ച് പെണ്ണുങ്ങളാകുമ്പോൾ അടങ്ങി ഒതുങ്ങി നിൽക്കണം. എനിക്ക് ആരെ സ്വഭാവമാണ് എനിക്കറിയില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്നെ പെറ്റല്ലോ, അതാലോചിച്ചിട്ട് ഇപ്പം ഞാൻ ഖേദിക്കുകയാണ്. ഒന്നുമല്ല, എൻ്റെ സ്വഭാവം കൊണ്ട്. ഉമ്മയെ ഞാൻ നോക്കൂല കേട്ടോ, വല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഞാൻ ഇവിടെ നിൽക്കണമെന്നില്ല, ഞാൻ പോവുകയാണ്. എൻ്റെ ബാപ്പ വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം. മോളെ, ഞാൻ എന്നോട് ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നില്ല, എന്നോട് നന്മ ഉപദേശിച്ച് തരികയാണ്. പിന്നെ എൻ്റെ വീട്ടിൽ ഇനിയിപ്പോൾ ഒരു പെണ്ണിനെ
ആ ചെക്കൻ കെട്ടിക്കൊണ്ടുവരണമെങ്കിലും ഓളോട് നല്ല രീതിയിൽ പെരുമാറണട്ടാ. എൻ്റെ ഈ മറ്റേ സ്വഭാവം അവിടെ എടുക്കരുത്. പാവം പെൺകുട്ടികളായിരിക്കും കയറി വരിക. അതിന് പോൻ്റെ കല്യാണത്തിന് ആരാ പോണത്? ഇവിടുന്ന് ഒരു കുട്ടി അങ്ങോട്ട് വരും വേണ്ട. കല്യാണം ഉണ്ടായാലും ഞാനും കൂടൂല. പിന്നെന്താ, എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ ഇജ്ജ് കൂടൂലേ? അതിന് ഞാൻ അങ്ങോട്ട് പോയിട്ട് വേണ്ടേ? ചെങ്ങായി ഒന്ന് വിളിക്കണം കൂടില്ല. മാപ്പിളയാണല്ലോ നവാസ്. എത്ര ദിവസമായി? ഒന്ന് വിളിക്കേ പറയേ മിണ്ടേ. ഒന്നുമില്ലേ, കുട്ടീനായിട്ടില്ല ഞാൻ വന്നത്. അതെ, ഈ എന്നെ ഇറങ്ങി പോകുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ എന്തിനു വിളിക്കണേ? ഈ അങ്ങോട്ട് ഇനി പോയിക്കോ, കയറി പോയിക്കോ. അല്ല എന്താ, എന്തെങ്കിലും ഭക്ഷണം കഴിച്ചോ? കണ്ടില്ലേ ചേല് 2 ദിവസം കൊണ്ടായത്. ഉമ്മ അവൾക്കതാ ചോറ് വിളമ്പി കൊടുക്കുന്നു. എനിക്ക് ഇവിടുന്ന് ചോറ് തിന്നതിനെ ഇഷ്ടമില്ല. പിന്നെ എന്തെങ്കിലും വേണ്ടിയത്? എന്നാൽ മാപ്പിളിനെ വിളിച്ചോ. എന്താന്നില്ലേ, ഞാനിങ്ങനെ അത്രക്കും ഉളുപ്പില്ലാത്തവളല്ല കേട്ടോ. ഞാനവിടെ നിന്ന് ഇറങ്ങി പോന്നിക്കണമെങ്കിലേ ഞാൻ ഒറ്റക്കാണ് കയറി ചെന്നുകൊണ്ട്, അല്ലാതെ മാപ്പിളിനെ വിളിച്ചെത്തി പോകേണ്ട സ്വഭാവമൊന്നും എനിക്കില്ല. കണ്ട, ഈ പെണ്ണിന് ഇപ്പോഴും അഹങ്കാരം മാറിയിട്ടില്ല. ഒന്ന് താന്നു കൊടുത്തൂടെ കുട്ടിയെ? താന്നോടത്തല്ലേ വെള്ളം നിൽക്കുള്ളൂ. ഒന്ന് വിളിച്ച് നോക്കെന്നെ മാപ്പിളിനെ. വിളിച്ചിട്ട് ചോദിച്ചു നോക്ക്, ഇക്ക കൊണ്ടുവരാൻ വരുമോ ചോദിച്ചു നോക്ക്. അങ്ങനെ തന്നെ അല്ലേ ഞങ്ങൾ? ഹേയ്, ഞാൻ അയാളെ വിളിക്കൂല. ഉമ്മാൻ്റെ വാക്ക് മാത്രം കേട്ട് നിൽക്കണ ഒരു പൊട്ടനാണ് അയാൾ. പെണ്ണെ, ഭർത്താവിനെ കുറിച്ച് അങ്ങനൊന്നും പറയാൻ പാടില്ല കേട്ടോ. ഓലെ നമ്മൾ ബഹുമാനിക്കണം എന്ന് എനിക്കറിയില്ലേ? ബഹുമാനിക്കൊക്കെ ചെയ്യാം, പക്ഷെ ഇങ്ങനത്തെ ചെറ്റത്തരം കാണുമ്പോൾ എനിക്ക് ബഹുമാനിക്കണമെന്നും ഇഷ്ടമില്ല. കുറച്ചേറെയാണ് ആ തള്ളൻ്റെ വർത്താനം കേട്ട്. 2 ആമക്കൾ, അതിൽ വേറൊരുത്തനുണ്ട് ഫൈസൽ. ഓനോ കുറച്ച് ആണത്തള്ളാണ്. ഓൻ ആ രീതിയിലുള്ള പണിക്കൊന്നും നിൽക്കൂല. ഇമ്മാരൊപ്പം ഇങ്ങനെ നിൽക്കുക, ഉമ്മാൻ്റെ വർത്താനത്തിൽ നിൽക്കുക, അത് കുറച്ചേറെയാണ്. പിന്നെ ഫൈസൽ കാട്ടിയ പണി ഇപ്പോൾ നല്ല ആണത്തിലുള്ള പരിപാടിയാണല്ലോ. നല്ലൊരു പെണ്ണിനെ ഒഴിവാക്കിയിട്ട് വേറൊരു തള്ളനെ കൊടുന്ന് കെട്ടി നിൽക്കുക. അതപ്പോൾ ഇത്ര ആണത്തിലുള്ള പണി. എനിക്ക് അങ്ങനെയൊക്കെ തന്നെ പറ്റുള്ളൂ തോന്നുന്നുണ്ട്. ഇവിടെ നിൽക്കാനൊന്നും എന്നെക്കൊണ്ട് കഴിയൂല. ഞാൻ പോവാണ്. പിന്നെ എവിടേക്കായി പോണത്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പോയിക്കോ, ഓൻ വന്ന് കൊണ്ടുപോയിക്കോളൂ. എന്തായാലും വേണ്ടിയില്ല, ഇവിടെ നിൽക്കാൻ കഴിയൂല. നിങ്ങളെ ഉപദേശം കേട്ട് 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 ഞാൻ മടുത്തു. ഇനി എന്നെ കൊണ്ട് കഴിയൂല. ഒന്നും ഉണ്ടായിട്ടില്ല മോളെ, ഇജൊന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് 2 കുട്ടികളിലൊന്നുമില്ലെങ്കിൽ ആ പെൺകുട്ടീനെ വിട്ടല്ലേ ഈ ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. എൻ്റെ മനസ്സെങ്ങനെ ഉറച്ചു. അതിന് പെറ്റ കുട്ടികളിട്ടിട്ട് പോരാങ്ക് തോന്നിയോ? എന്നാലും ഇത്ര ദിവസം അവിടെയും പോയി നിന്നീലേ? ഫസീലാകെ മാനം കെട്ടതുപോലെയായി. കാരണം അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ പോന്നും ചെയ്തു. ആങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഉപദ്രവം, ഇവിടെ എത്തിയപ്പോൾ ഉമ്മയുടെ വർത്താനം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോഴതാ ഉപ്പ കയറി വരുന്നു. ആഹാ, ഇതിപ്പോൾ ആരാ? എത്തിയോ? ഇരുന്ന് പോയി വന്നോ? ഉപ്പ വല്ലാതെ കളിയാക്കണ്ട. അല്ല മോളെ, കാര്യം ചോദിക്കാനും പറ്റൂലേ? ഈ ഇവിടെ ഒരു ദിവസം നിൽക്കാതെ നേരെ അങ്ങോട്ടുള്ള ഓടിയത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, ഓൾക്ക് കിട്ടാനുള്ളത് കിട്ടിയിക്കണ്. ഓൾ ഇഞ്ഞു പോവില്ല. അതെന്തേ? ഓളെ കൊണ്ട് എല്ലാ പണി എടുപ്പിക്കുകയെന്ന് പറഞ്ഞു. കണ്ടില്ലേ കോലൊക്കെ ആയതപ്പോത്തിന്? മോളെ, നമ്മൾ ആലോചിച്ചും കണ്ടൊക്കെ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ഒന്ന് ആലോചിക്കണം നല്ലതാണ് എപ്പോഴും. അത് എന്തൊരു കാര്യത്തിനും തിരിച്ചും മറിച്ചും ഒന്ന് ആലോചിക്കണം, എന്നിട്ട് ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞാൻ ചെയ്യണത് നല്ലതിനാണോ ചീത്തക്കാണോ, ഇതുകൊണ്ട് എനിക്ക് ദോഷമോ കിട്ടുക ഗുണമാണോ കിട്ടുക എന്ന് നമ്മളൊന്ന് ആലോചിക്കണം നല്ലതാണ്. ആലോചിക്കാനുള്ള ബുദ്ധി നമുക്ക് പഠിച്ചു തന്നിക്കണമല്ലോ. ആ ഒരു ദിവസം ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ? അവിടെ പോയതുകൊണ്ടല്ലേ എനിക്ക്. അവിടെയൊക്കെ 1 ദിവസം 2 ദിവസം അത്രേ പറ്റുള്ളൂ. സ്ഥിരമായിട്ടൊന്നും അവിടെ താമസാക്കാനൊന്നും പറ്റൂല. ഉമ്മയും ബാപ്പയും ഉണ്ടാകുമ്പോൾ ഇവിടെ നിൽക്കല എനിക്ക് നല്ലത്. ഇല്ലെങ്കിൽ പിന്നെ ഓക്കെ. ഇല്ലയോ, ഞാൻ ഇവിടെ നിൽക്കണില്ല. ഉമ്മയും ബാപ്പയും ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ഞാനിവിടെ നിൽക്കണില്ല. പിന്നെ ഇപ്പോൾ എടുക്കാൻ പോണത്? ഞാനേ എൻ്റെ പുതിയാപ്പള്ളിയുടെ വീട്ടിൽ തന്നെ പോവാണ്. എന്തിനാ എൻ്റെ മോളെ ഇതിനൊക്കെ നിന്നത്? അവിടെ നിന്നൂടെ എനിക്ക്? ഓലെന്തെങ്കിലും പറയേണ്ടി വിചാരിച്ചിട്ട്. എന്നെ പറഞ്ഞത് മാത്രമല്ലല്ലോ, എന്നെ അടിച്ചതാണല്ലോ. കണ്ടില്ല, ഞാൻ കാണിച്ചെന്നില്ല നിങ്ങൾക്ക്? അത് ഒരിക്കലൊക്കെ അല്ലേ, അത് സാരല്ല. ഇതുവരെ ഓൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ. എൻ്റെ കുട്ടി നല്ല കുട്ടിയായി പോകണമെങ്കിൽ പോയിക്കോ, വരെ ഞാൻ കൊണ്ടാക്കി തരാം. വേണ്ട, ഞാൻ ഒറ്റക്കല്ലേ വന്നത്, ഞാൻ തന്നെ പോയിക്കോളാം. എനിക്കറിയാം വയ്യേ. അല്ല, ഇജ്ജ് മോനെ വിളിച്ചല്ലേ വന്നത്? മോനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട്? അതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാൻ ആരെയും വിളിക്കണമെന്നില്ല. ഞാൻ ഓട്ടോ വിളിച്ചൊറ്റക്ക് പോയിക്കോളാം. എനിക്കെന്താ, ഞാനൊരു പെണ്ണല്ലേ, എനിക്കെന്താ ജീവിക്കാനൊന്നും പറ്റൂലേ? എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചിലപ്പം പോവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കും. എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല. ഓൻ്റെ കൂടെ ജീവിച്ചല്ലേ വെച്ചിട്ടിപ്പോൾ എന്താ? 2 കുട്ടികളുണ്ടല്ലോ എനിക്ക്, അത് മതി. മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടെ ജീവിക്കണം, അല്ല എന്താ?
മോളെ ഇജ് എത്ര വാക്കാണ് പറയണത്? നേരത്തെ പറഞ്ഞ് ഞാൻ പോവാണ്, ഇപ്പം ഇതാ പറഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. അത് ഓൾക്കൊരു മടി ഉണ്ടാവും ചെറുതായിട്ടേ, കാരണം അങ്ങനെയൊക്കെ അവിടുന്ന് പോകുന്നതല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ സത്യം പറഞ്ഞാൽ ഫസീലക്ക് മനസ്സിലാക്കി ബേജാറായിരുന്നു. ഇക്ക വിളിക്കൊന്നുമില്ല, ഞാൻ അങ്ങോട്ട് കയറി ചെല്ലാന്ന് പറയുമ്പോൾ അതും ഒരു മോശം. എന്തൊക്കെയാണ് എനിക്കറിയൊന്നുമില്ല. മോളെ ഈ ആ കുട്ടിക്ക് തിന്നാൻ എന്ത് എടുത്തു കൊടുക്ക്, എന്നിട്ട് മനസ്സൊന്ന് ക്ലിയർ ആക്ക്. നല്ല രീതിയിൽ നല്ല കുട്ടിയായി ഒന്ന് തിരിച്ചു പോയേ. ഇവിടുന്ന് ഈ വാശിയോട് കൂടി ഓടിയിട്ട് കാര്യമില്ല. ഒന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് നല്ല മനസ്സോട് കൂടി പോയാൽ എനിക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കാം. അല്ലാതെ ഇജിങ്ങനെ ചൂടായിക്കൊണ്ട് ഇങ്ങനെ പോയിട്ട് എന്താ? അവൾ നവാസിൻ്റെ നമ്പർ എടുത്ത് നോക്കി. ഓൺലൈനിലൊക്കെ ഉണ്ട് ആള്. ആരോടാവാ ചാറ്റിങ്? എന്നോട് വിളിക്കണമില്ല, പറയണമില്ല, ഒന്നുമില്ല. കുട്ടീൻ്റെ പമ്പേഴ്സൊക്കെ കഴിഞ്ഞു, അതൊക്കെ വാങ്ങാനുള്ള ക്യാഷൊന്നും ഞാൻ എടുത്തിട്ടുമില്ല. കയ്യിൽ കരുതിയ കുറച്ച് ക്യാഷാണ് എടുത്തത്. അതിപ്പോൾ വണ്ടിക്കൂലിയും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് പോകും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അന്ന് ഓട്ടോ വിളിച്ച് എങ്ങനെയെങ്കിലും നവാസിൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ച അവൾ അന്ന് അവിടെ തന്നെ അതാ ഒതുങ്ങിക്കൂടുകയാണ്. നവാസ് അന്നും വിളിച്ചില്ല. നവാസിൻ്റെ ഉമ്മ പലവട്ടം പറഞ്ഞു, മോനെ ഓളെ പോയി കൊണ്ടുവന്നാളാ, എത്ര ദിവസമായി. ഉമ്മ സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ, സ്വന്തം ഇഷ്ടത്തിന് കയറി വന്നോളും. മോനെ അതൊക്കെ മടിയായിരിക്കും, ഈ ചെല്ലേ ഒന്ന് പോയി വിളിച്ചു കൊടുന്നാളാ. ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കണോ? പഠിച്ചോനെ, നാട്ടുകാർക്ക് പറയാൻ ഒരു ഏതുമാണ്. ഒന്നേതായാലും അങ്ങനെയായി. ഇപ്പതാ ഇവളും. ഉമ്മ, നാട്ടുകാരല്ലല്ലോ നമുക്ക് ചിലവിനെന്നത്, ഓരോ ഫെത്തിന് ഉണ്ടാക്കി വെച്ചിട്ടല്ലേ. അങ്ങനെ ആകുമ്പോൾ അവർ അത് അനുഭവിക്കട്ടെ, അത് പഠിക്കട്ടെ, എന്നിട്ടൊക്കെ സാവകാശമൊക്കെ കൊണ്ടുവരാം. ഞാൻ പോകണില്ല എന്തായാലും. അവൾ വന്നോട്ടെ, അവൾക്ക് ഒറ്റയ്ക്ക് പോകാനൊക്കെ അറിയല്ലോ, തിരിച്ചു വരലും ഒറ്റയ്ക്ക് ആയിക്കോട്ടെ. മോനെ, പൊന്നു മോനെ, ആ കുട്ടി ഇടങ്ങാറാവട്ടോ. എന്തെടങ്ങാറ്? മോൾക്ക് ഇവിടെ നല്ല സുഖമാണ്, എന്തപ്പോ അതുകൊണ്ട് അടി കൊള്ളണില്ല. മോനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, പെറ്റ തള്ള, മനസ്സിക്ക് നല്ല വേദന ഉണ്ടാവും. എൻ്റെ കുട്ടി പോയി കൊടുന്നോ. ഉമ്മ, നിങ്ങളെന്തൊക്കെയോ ഓള് പറയലുണ്ട്, എന്തൊക്കെയോ ഓള് ചീത്ത പറയും. എന്നിട്ടും നിങ്ങൾ ഓളെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ എന്തിനാ നിർബന്ധിക്കണേ? മോനെ ഒന്നുമല്ലടാ, കുട്ടികളുള്ളതല്ലേ, പാവല്ലേ. നമ്മളങ്ങോട്ട് കാട്ടിയാലോ, നമ്മൾ അങ്ങോട്ട് കാട്ടാൻ പാടില്ല. ഉമ്മ, ആ വിഷയത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല. നവാസ് ആ ഒരു വാശിയിൽ തന്നെയാണ്. അവൾ പോയിട്ടല്ലേ, അവൾ വന്നോളും, അത് തന്നെയാണ് അവൻ പറയുന്നത്. അന്ന് കോളേജിൽ നുസൈബയും ഷിഫയും. നുസൈബയോട് ഷിഫ പറയുന്നു, എടി എല്ലാം റാഹത്തായില്ലേ, സംഭവമൊക്കെ സെറ്റായില്ലേ? എടി എൻ്റെ വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനൊരു രണ്ടാം കെട്ടുകാരെന്നൊക്കെ അറിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ അത് പറയാൻ പറ്റില്ല. പിന്നെ ഷമ്മാസിൻ്റെ ഇഷ്ടം മാത്രം നോക്കിയാൽ പോരല്ലോ, അവരുടെ വീട്ടുകാരതൊക്കെ നോക്കുമല്ലോ. അപ്പോൾ എനിക്കെന്താന്നാവും, അതിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലടി. നമ്മൾ ഏത് സമയവും എന്തും പ്രതീക്ഷിച്ചിരിക്കണം. ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത്. പക്ഷേ എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയായല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എന്തൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ എൻ്റെ മുന്നിൽ എന്തെങ്കിലും സൗഭാഗ്യങ്ങൾ വരുന്നുണ്ട് എന്നറിഞ്ഞാലും അതിൻ്റെ ഒരു എതിർവശം കൂടി ഞാൻ ചിന്തിക്കും. കാരണം ഒരു സുഖത്തിന് ഒരു ദുഃഖമുണ്ടാവും എന്നൊക്കെയാണല്ലോ, അതുപോലെയാണ് എൻ്റെ ജീവിതം. എന്തെങ്കിലും സന്തോഷവാർത്ത കേട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നീടൊരു ദുഃഖവാർത്തയായിരിക്കും. ഇപ്പോൾ അൽഹംദുലില്ലാ സന്തോഷമാണ്. കാരണം എൻ്റെ വീട്ടുകാർക്കൊക്കെ എൻ്റെ ഉപ്പാക്കൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ആളായിട്ടുണ്ട്. പക്ഷേ ഇനി ഏതൊക്കെയൊന്നും നമ്മൾക്കറിയില്ലല്ലോ. എന്തായാലും പടച്ച റബ്ബ് കാക്കട്ടെ. എടി നുസൈബ, അങ്ങനെ ഓരോന്ന് ചിന്തിക്കല്ലേട്ടോ. എനിക്ക് കുറച്ച് പേടിയും ടെൻഷനും കൂടുതലാണ്. പിന്നെ കല്യാണത്തിന് അടുത്തിരിക്കുന്നു കേട്ടോ, കുറച്ചൊക്കെ ഹാപ്പിയായി നിൽക്ക്. ടെൻഷനായി കഴിഞ്ഞാലേ നിൻ്റെ ആ മനോഹരമായ മുഖമെല്ലാം വാടും. നീ ഒന്ന് പോടി. അങ്ങനെയൊന്നുമില്ല, എല്ലാം പടച്ച റബ്ബ് തീരുമാനിക്കുന്ന പോലെ. അതിനപ്പുറത്തേക്കായിട്ട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. കാരണം എനിക്കറിയാം, ഒരു സുഖത്തിന് ഒരു ദുഃഖം, ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ അമിതമായി ഞാൻ സന്തോഷിക്കാറില്ല. സന്തോഷിച്ചാൽ തന്നെ എനിക്കറിയാം വൈകാതെ ഒരു ദുഃഖം വരുമെന്ന്. എടി പ്ലീസ്, നീ അങ്ങനെയൊന്നും പറയല്ലേ, ചിന്തിക്കല്ലേ, ഷിഫ നുസൈബയോട് പറയുന്നു. എന്നാൽ ആ ദിവസം മജീദും ഹുസൈനാജിയും ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, ഷമ്മാസിന്റെ ഷോപ്പിലേക്ക് പോകണം, ഒരു ബിസിനസ്, ഒരു മൊബൈൽ ഷോപ്പ്. സാധാരണയായി ഷമ്മാസ് മൊബൈൽ ഷോപ്പിന്റെ ഫീൽഡാണല്ലോ അവന്റെ ബിസിനസ്. ആ ഒരു ബിസിനസ് തന്നെ ഹുസൈനാജി കൂടിയിട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുന്നു.
നല്ല രീതിയിൽ അവനെ ഒന്ന് കാണണം, നല്ല രീതിയിൽ സംസാരിക്കണം. അതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അന്നതാ ഹുസൈനാജിയും മജീദും ഷമ്മാസിന്റെ മൊബൈൽ ഷോപ്പിലേക്ക് പുറപ്പെടുന്നു. അതെ ആജിറെ, ഞാനവിടെ പുറത്ത് നിന്നോളാം, നിങ്ങളകത്ത് കയറി സംസാരിച്ചോളേ. പിന്നെ ഓനെന്ന് വെച്ചാലേ എല്ലാവർക്കും ഓനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളും സംസാരിച്ചോളേ. മൂപ്പര് പെട്ടെന്ന് വീഴുന്ന ടൈപ്പാണ്. എന്തൊക്കെ തന്നെയാലും നിങ്ങൾ നോക്കി ബിസിനസിന്റെ കാര്യം ശരിക്കും സംസാരിച്ചോളേ. ഞാൻ എന്നെ കാണണ്ടപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ എവിടെയെങ്ങാനും നിന്നോളാം. ഏതാണ് ആ ഷോപ്പ് എന്ന് പറഞ്ഞത്? ദാ ആ കോളേജിന് മുമ്പ് തന്നെ തല ഉയർത്തി നിൽക്കുന്ന ആ വലിയ ഷോപ്പില്ലേ, ആ അത് തന്നെയാണ് ഐഷാസ് മൊബൈൽസ് വേൾഡ്. മജീദേ, എന്നാ ഞാൻ പോയി നോക്കട്ടെ, നീ ഇവിടെ നിൽക്ക്. ഹുസൈനാജി അതാ ഷമ്മാസിന്റെ മൊബൈൽ ഷോപ്പിലേക്ക് കയറുന്നു. ഹുസൈനാജിയെ കണ്ടതും ഷമ്മാസ് അതാ ആ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്നു. കാരണം പ്രായത്തിന് മൂത്ത ഒരു വലിയ ആളാണ് വന്നിരിക്കുന്നത്. ഇക്ക ഇരിക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഷമ്മാസ് വളരെയധികം സ്നേഹത്തോടെയാണ് അദ്ദേഹത്തോടും പെരുമാറിയത്. കുട്ടിയെ, ഞാൻ അന്നെ കുറച്ചു പേരെ കേട്ടിക്കണ്, പക്കെങ്കില് നേരിട്ട് കണ്ടത് ഇപ്പോഴാണ്. കുട്ടിക്ക് ഇതല്ലാതെ വേറെയും ഷോപ്പൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ആ ഇക്ക, അതിൻ്റെ ഉദ്ഘാടനം ആയിട്ടില്ല. ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നപ്പോഴേ ഒന്ന് ഡിലേ ആയി. ഇൻഷാല്ലാ പെട്ടെന്ന് ഓപ്പൺ ആക്കണം. ആ എന്താ ഇക്ക വന്നതിൻ്റെ കാരണം? ഫോണ് വേണോ? അല്ല, ഫോണ് വാങ്ങാനും നന്നാക്കാനും ഒന്നല്ല ഞാൻ വന്നത്. ഫോണ് വാങ്ങേണ്ട ആവശ്യം നമുക്കില്ല, ഇപ്പം നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാനിപ്പോൾ എന്താന്ന് വെച്ചാൽ കുട്ടി വലിയ ബിസിനസ്സുകാരനൊക്കെ ആണല്ലോ, അപ്പോൾ ഞമ്മക്കുണ്ടേ ഇങ്ങനൊരു പൂതി. ഞമ്മക്ക് അട്ടപ്പാടി കുറച്ച് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഒരു മൊബൈൽ ഷോപ്പ് ഇട്ടാലോ എന്ന് ആലോചിച്ചാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇടാൻ ധൈര്യം പോരാ. ഒന്നോട്ടുമല്ല, പൈസ ഇല്ലേണ്ടല്ല, പൈസ ഇഷ്ടം പോലെ ഇറക്കാണ്ട്. എന്നാലും ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ അത് കണ്ടുപിടിച്ചിറങ്ങിയതാണ് ഞാൻ. അപ്പോഴാണ് നിങ്ങളെ കുറിച്ച് പറഞ്ഞു കേട്ടത്. എന്തായാലും കുട്ടീനെ എനിക്ക് നല്ലോണം പറ്റിക്കണേ. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടി എൻ്റെ കൂടെ ഒന്ന് അട്ടപ്പാടിക്ക് ഒന്ന് കാണാൻ വന്നാൽ നല്ലൊരു കാര്യമായിരുന്നു. എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്യാലോ. എന്തേ ഇക്ക, അട്ടപ്പാടിയുള്ള ഷോപ്പ് എന്ന് വെച്ചാൽ അത് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ എനിക്കറിയില്ല. കാരണം ഇവിടെ തന്നെ 2 ഷോപ്പ്, പിന്നെ ഞാനത് സൗദിയിലേക്ക് പോകണമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അട്ടപ്പാടിയൊക്കെ ആകുമ്പോൾ പിന്നെ അതിനൊക്കെ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ നല്ല വിശ്വസ്തരായിരിക്കണം. അത് പൊന്നാര കുട്ടിയെ, അതിനാണ് ഇപ്പോൾ ആളെ കിട്ടാത്തത്. നിങ്ങൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നാൽ മതി. പൈസ ഒന്നും നിങ്ങൾ ഇറക്കണമെന്ന് ഞാൻ പറയണില്ല, കാരണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്നാലും പരിചയമുള്ള ഒരാളോട് ചോദിച്ചാലേ അതിനെന്താ ഞാൻ പറഞ്ഞു തരാലോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും. ഇനിയിപ്പോൾ മൊബൈൽസ് ഒക്കെ ഇറക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഷോപ്പിനെ കുറിച്ചൊക്കെ അത് ഞാൻ പറഞ്ഞു തരാം, അതിനൊന്നും വിഷയമല്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ കുട്ടിയെ ഞാൻ അങ്ങനെ ചോദിച്ചതും പറഞ്ഞതൊക്കെ? ഹേയ്, നമ്മോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലുള്ളൂ, അതിനെന്താ ഇക്ക പോകുന്നത് എന്നാണ്? അതോ സ്ഥലമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ? അവിടെ റൂമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? എന്തായാലും മൊബൈൽ ഷോപ്പ് ആകുമ്പോൾ കുറച്ച് 2-3 റൂമെങ്കിലും വേണ്ടി വരും. പിന്നെ അവിടെ തൊട്ടടുത്തൊക്കെ ഷോപ്പുണ്ടോ കാര്യങ്ങളുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതൊക്കെ തന്നെ ഈ ഫീൽഡ് എന്ന് വെച്ചാലേ നമുക്കിപ്പോൾ ഡെയിലി ഉപയോഗപ്രദമായ ഒരു സംഭവമല്ല മൊബൈല്. അതില്ലാതെ ഇപ്പോൾ ആർക്കും കഴിയൂലല്ലോ. അതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. കുട്ടിയെ എന്തായാലും വേണ്ടില്ല, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റാക്കണം. എനിക്ക് വല്ലാത്തൊരാഗ്രഹം എൻ്റെ മനസ്സിക്ക്. അതുകൊണ്ട് കുട്ടി എന്നാ വരിക, കുട്ടിക്ക് എന്നാണ് ലീവ്, അതിനനുസരിച്ചൊന്ന് പറഞ്ഞാലേ അട്ടപ്പാടിക്ക് പോവായിരുന്നു. ആ ഓക്കെ ഇൻഷാ അല്ലാ. പിന്നെ ഇക്ക നിങ്ങൾക്ക് ചായ? അതൊന്നും വേണ്ട കുട്ടിയെ. അല്ല, നിങ്ങളിപ്പോൾ ഈ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ഒന്നും വേണ്ട കുട്ടിയെ, അത് മതി. എൻ്റെ നല്ല വാക്ക് തന്നെ. ഈ എന്തായാലും ബിസിനസ്സിന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഉറപ്പായല്ലോ, അതന്നെ മതി, റാഹത്തായി. എന്നാലേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടോ. അല്ലേക്കാ, നിങ്ങളുടെ വീട് പറഞ്ഞില്ലല്ലോ. ആ വീട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ്, അതിനത്ര ദൂരമൊന്നുമില്ല, ഇവിടുന്ന് കുറച്ചെണ്ണ പോയാൽ മതിയേ. കറക്റ്റ് സ്ഥലവും ഒന്നും ഹുസൈനാജി പറഞ്ഞില്ല. ഷമ്മാസ് കരുതി പ്രായമായ ഒരാളല്ലേ, അദ്ദേഹം ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിന് തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ.
സ്റ്റാഫുകൾ വന്ന് ഷമ്മാസിൻ്റെ അടുത്തെത്തി. അല്ല ഷമ്മാസ്, എന്തപ്പോൾ സംഭവം? അത്രയ്ക്കും പ്രായമായ ഒരാൾ, ഞാൻ അയാളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ വലിയ കോടീശ്വരനൊക്കെയാണ്. പക്ഷേ ഇപ്പം ഈ വയസ്സാം കാലത്ത് ഇപ്പം എന്തിനാ ഒരു മൊബൈൽ ഷോപ്പിനൊരു പൂതി? അയാൾക്ക് അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാ വരുമാന മാർഗങ്ങളുണ്ട്. മക്കളെ, മനുഷ്യന്മാർക്ക് ഓരോ സമയത്ത് ഓരോ ആഗ്രഹങ്ങളല്ലേ, അതൊക്കെ ആസ്വദിക്കട്ടെ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. അതിനെന്താ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്യാം. അല്ലാതെ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും പല ആഗ്രഹങ്ങളും ഉണ്ടാവൂലേ. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാം, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ല ബോസേ, നിങ്ങൾ കാര്യത്തിൽ തന്നെയാണോ അയാളോട് കൂടെയുള്ള കളി? എടാ, നമ്മൾ ഒന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. അവര് നമ്മളെ അടുക്കൽ വന്നതാണ്, അപ്പം നമ്മൾ നോ പറയാൻ പാടില്ലല്ലോ. എപ്പോഴും നമ്മൾ എസ് പറയണല്ലോ. അതും ഒരു ബിസിനസ്സിന്റെ കാര്യത്തിന് വേണ്ടി നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടൊന്നല്ല, എങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ ആയില്ലേ ഇവിടെ നമ്മൾ ഷോപ്പൊക്കെ ഇട്ടിട്ട്. ആ ഒരു രീതിയിൽ വന്ന് ചോദിച്ചതായിരിക്കും. ഹുസൈനാജി ഷോപ്പിൽ നിന്നിറങ്ങി നേരെ മജീദിന്റെ അടുത്തേക്ക്. ആടാ, ഇജെന്താ അങ്ങോട്ട് വരായത്? അതെ, ഇന്നെ കണ്ട ഞാൻ പ്രശ്നക്കാരാ, പിന്നെ അവിടെ ഇടക്കിടക്ക് കാണുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ മാറി നിന്നതാണ്. നിങ്ങളെ ഇന്നും കൂടി കാണുമ്പോൾ ഒരു പക്ഷേ സംശയിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ടറിഞ്ഞിങ്ങോട്ട് മുങ്ങി തന്നെയാണ്. അല്ല, എന്തായി ആചാര്യ പോയിട്ട്? നല്ല ചെറുക്കനാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ സെറ്റാണ്. ഓൻ എപ്പോഴും റെഡിയാണെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിങ്ങനെ ഒഴിവുണ്ടാവുമ്പോൾ വിളിച്ചോണ്ട്, അതല്ല നിങ്ങളെ സൗകര്യം ഉണ്ടാവുമ്പോൾ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ലത്തീഫിന്റെ മരുവനൊന്ന് നേരിട്ട് കാണാനായി. സംഭവമൊക്കെ ആള് കൊള്ളാം. എന്നാലിപ്പോ ആ രണ്ടാം കെട്ടുകാരി പെണ്ണിനെ ഇവനിപ്പോ ഇങ്ങനെ ഇഷ്ടപ്പെട്ടു ഞാൻ ആലോചിക്കണത്. ആചാര്യ, നിങ്ങൾക്കറിയില്ലേ, ആ പെണ്ണിനെ കണ്ടാൽ അങ്ങനെ തോന്നൂലല്ലോ. ആ പെണ്ണിനെ കണ്ടാൽ കെട്ടിക്കാത്ത കുട്ടിയാന്ന് തന്നെ എല്ലാരും വിചാരിക്കുള്ളൂ. ഒരിക്കലും കെട്ടിച്ചത് അറിയില്ല. അതേപോലെ ഓൻ കരുതിയിട്ടുണ്ടാവും. അല്ല, ഓൻ അറിഞ്ഞിക്കണോന്നാവോ സംഭവം? എന്താ ഒന്നും അറിയില്ല. എന്തൊക്കെ തന്നെയായാലും വേണ്ടിയില്ല, നമ്മളെ നെയ്യത്ത് വേറെ കേട്ടോ, അത് മറക്കരുത്. നമ്മൾക്ക് മൊബൈൽ ഷോപ്പും ഫർണിച്ചർ ഷോപ്പൊന്നും ഇടേണ്ട ഒരാവശ്യം ഇന്നില്ല. പക്ഷേ ഓനൊന്ന് കയ്യിൽ കിട്ടണമെങ്കിലേ ഓനെ ഒന്ന് സോപ്പിട്ട് വരുത്തന്നെ വേണം. അതിൻ്റെ പേരാണ് മൊബൈൽ ഷോപ്പ്. അല്ലാതെ ഒരിക്കലും അങ്ങനെ ഷോപ്പ് തുടങ്ങാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓനൊന്ന് ഒറ്റക്ക് കിട്ടണം, അതാണ് ഉദ്ദേശം. ലത്തീഫിൻ്റെ മോളെ കിട്ടാനേ ഓനേക്കാളും വലിയൊരാൾ ഇതാ ഇവിടെ ഉണ്ട്. ഞാൻ അല്ല എൻ്റെ മോന്. അതിൻ്റെ അപ്പുറത്തേക്കായിട്ടേ ഒരു കുട്ടിനെ ഞാൻ തൊടാനയക്കൂല. ഓനിഞ്ഞിപ്പോൾ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ സുന്ദരനാണെങ്കിലും വേണ്ടില്ല. ഹേയ്, ലത്തീഫിൻ്റെ മോളെ സ്നേഹിക്കാൻ മാത്രം ഓനയക്കണോ? അതൊക്കെ പണ്ടേ എൻ്റെ പെരയ്ക്ക് വേണ്ടി പറഞ്ഞ് എഴുതി വെച്ചതാണ്. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഒന്നും നടക്കാൻ പാടില്ല. ഹുസൈനാജിയുടെ ഗൂഢാലോചന. അയാൾ ഷോപ്പിൽ വന്നത് തന്നെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന് ഒരിക്കലും ഷമ്മാസ് അറിയുന്നില്ല. നിഷ്കളങ്കമായ മനസ്സിൻ്റെ ഉടമയായ ഷമ്മാസ്. ആ ചതി അവൻക്ക് ഒരിക്കലും തിരിച്ചറിയാനും കഴിഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് ചതിക്കുവാൻ വന്ന ആ മുഖം, അല്ലെങ്കിലും ആ പ്രായമായ ആ ഹാജര് ഒരിക്കലും തന്നെ ചതിക്കുമെന്ന് ഷമ്മാസ് അറിയുന്നേയില്ല. അവൻ നല്ല രീതിയിലാണ് അവരെ സ്വീകരിച്ചതും ബഹുമാനിച്ചതും. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഒന്നും ആലോചിക്കാതെ തന്നെ ഷമ്മാസ് അതിനെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഹുസൈനാജിക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എനിക്ക് കിട്ടാത്ത ഭാഗ്യം മറ്റൊരാൾക്ക് കിട്ടരുത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. മജീദേ, എല്ലാ കാര്യങ്ങളും പെട്ടെന്നാവണം. പിന്നെ അട്ടപ്പാടിയിലുള്ള സ്ഥലത്തേക്ക് ആദ്യം നമ്മളൊരു പോക്ക്, 2-3 പീഡ റൂം ഒന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓനെ കൊണ്ടുപോകണം. അല്ല, അത് നമ്മളെ കൂട്ടത്തിൽ തന്നെയാണോ? ഓന് നമ്മളെ വണ്ടിയിൽ തന്നെയാണോ? അല്ല, ഓന് വണ്ടി ഉണ്ടല്ലോ, ഓനാ വണ്ടി എടുത്തോട്ടെ, നമുക്ക് ഈ വണ്ടിയിലും പോകാം, അതല്ലേ നല്ലത്. ഹാജിയരെ, ഇതിപ്പോ വലിയ പ്രശ്നമായി തീരുമോ? നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യണേ? എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങളെ പിന്നാലെ അങ്ങനെ നടക്കണേ. നിങ്ങളതിനനുസരിച്ച് നമ്മൾ പെടുമോ ലാസ്റ്റ്? മജീദേ, പെട്ടാലും തന്നെ അന്നെ മണിമണിയായി ഞങ്ങളുടെ ഇറക്കിക്കൊണ്ടുവരും. എന്തേ? നമ്മളെ ഭാഗത്തുണ്ടോ പോലീസും പട്ടാളൊക്കെ? കൈക്കൂലി കൊടുത്താൽ വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടാവോ? മാന്യന്മാരായി പുറത്ത് വാങ്ങൂല അങ്ങനെയൊക്കെ പറയും. ഉള്ളിൽ കൂടെ പണം കണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെ കൂടെ സപ്പോർട്ടിനുണ്ടാവും. ഇജ്ജ് നോക്കിക്കോ, ഒരു പേടിയും ഈ പേടിക്കണ്ട.
ഹുസൈനാജിയുടെയും മജീദിൻ്റെയും ഗൂഢാലോചന ഇനി എന്തായിരിക്കും? എന്തിനെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്? ഷമ്മാസിനെ എന്തിനു വേണ്ടിയിട്ടാണ് അട്ടപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നത്? അവരുടെ പ്ലാനിംഗ് വിജയിക്കുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ഇൻഷാ അല്ലാ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.